ഇന്ത്യ തലപതി ഫാൻസ് വണക്കം. നമ്മുടെ സ്വന്തം തലപതി വിജയുടെ ജനനായകൻ എന്ന സിനിമയിലെ രണ്ടാമത്തെയാണെന്ന് തോന്നുന്നു ലിറിക്കൽ സോങ് ഇപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇന്നലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് നമ്മുടെ ബബ്ബ ഇറങ്ങി. ഇപ്പോൾ വൈകുന്നേരം നമുക്കൊരു ഐറ്റം കൂടി ജനനായകനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് വേറൊരു മൂഡിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. വേറെ നമ്മളെ തലപതി മൂഡിലേക്ക് കിടക്കാൻ പോവാണ്. സോ നമ്മൾ കാത്തിരുന്ന സാധനമാണ് ഒരേ പേര് വരലാറ് ലിറിക്കൽ തലപതി വിജയ്. ഓക്കെ, എച്ച് വിനോദ്, അനിരുദ്ധിൻ്റെ ആണ് മ്യൂസിക് ഒക്കെ ഒബ്വിയസ്ലി നമുക്കറിയാം. സോ മക്കളെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഒരു എന്താ പറയുക, ഒരു മാസ് പാട്ട് തലപതി എന്തായാലും നമുക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത്. സോ ലെറ്റ്സ് ലിസൺ ടു ദ ജനനായകൻ ഒരേ പേര് വരലാറ്. ലെറ്റ്സ് ഗോ മാൻ. ഡേ കിടക്കുന്നു. ഓ Sound. Oh. Jaiva. Ayyo. Jaiva. Oh, emotion. Ayyo. Oh, fans. Pakka fans part. Enta amme. Ah. Man. Anirudh? Oh. Yeah? Lyrics Vivek. Like a tribute song. Oh. ചോര തിളക്കും. Oh. Full graphics ആണല്ലോ. Oh. Taramaanavan. Oh. Rise together. ഒരേ പേര് വരലാറ്. Man. ഓഫ്. തലപതി എന്ന വേർഡ് യൂസ് ചെയ്യാണ്ട് ഇനി ദളപതി വിജയുടെ പാട്ട് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണിപ്പോൾ എല്ലാ പാട്ടിലും തലപതി. അതിങ്ങനെ ആ മനസ്സിൽ എല്ലാവരും മനസ്സിൽ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ പേര് അങ്ങ് അത്ര ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാണ് ആ വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് സോങ്
ഞാൻ പറയാം ഇത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആ പാർട്ടീൻ്റെ എന്താണ് ഒരു സോങ് പോലെ എനിക്ക് തോന്നുന്നു. ലൈക്ക് അത് തന്നെയാണ് എനിക്ക് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ആ വരികളിൽ ഭയങ്കര വ്യക്തമാണ് സംഭവങ്ങൾ. പിന്നെ മൂപ്പരുടെ സ്റ്റാർഡം, മൂപ്പരുടെ തളപതി എന്നുള്ള വിജയിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഒരു ദളപതി ഫാൻ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ചോര തിളക്കുന്ന വിധത്തിലാണ് സംഗതികൾ കൊടുത്തിട്ടുള്ളത്. ഇത് അവർ ഏറ്റെടുക്കും, അതൊരു ട്രിബ്യൂട്ട് സോങ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു നാഷണൽ ഗീതം, നാഷണൽ ആന്തമായിട്ട്, അല്ലെങ്കിൽ തളപതി ആന്തം ആയിട്ട് ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അജാതി എഴുത്തും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നൈസ് മ്യൂസിക് ആൻഡ് ലിറിക്സ് വെരി നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തിളപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു കേൾക്കുന്ന സമയത്ത് ഒരു ഗൂസ് ബംസ്, നമുക്കല്ല ആ ഒരു ഫാൻസ് ഒബ്വിയസ്ലി ആ ഫാൻസിനല്ല, അതൊക്കെയാണ് കാണിക്കുന്നത്. എന്താണ് ആ ജനക്കൂട്ടം, കാര്യങ്ങൾ, മൂപ്പരുടെ ആ ഒരു സ്റ്റാർഡം, ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ഒരു ജനനായകൻ എന്നുള്ളൊരു പ്രതീതി, എല്ലാ സംഭവങ്ങളും കാണിക്കുന്നത്. ആൻഡ് കണക്ടിങ് വിത്ത് ഹിസ് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, മൂപ്പരുടെ വിഷൻ ആയിക്കോട്ടെ, അതൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ജനനായകൻ എന്ന സിനിമയും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആൻഡ് ഇത് ബാലയുടെ മറ്റേ ആ സിനിമയുടെ റീമേക്ക് ആണെന്ന് ഏകദേശം കൺഫേം ആണ്, 90-95% കാര്യങ്ങൾ. സോ ആ പടം കണ്ടവർക്ക് അറിയാം. ആൻഡ് ഒബ്വിയസ്ലി അതിൻ്റെ റീമേക്ക് ആയിട്ട് വരുമ്പം എത്രത്തോളം അത് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ തളപതി ചെയ്യുക അവസാനത്തെ പടമാണ്, അതൊരു റീമേക്കിലൂടെ എടുക്കുന്ന സമയത്ത് ആണ് നമുക്കൊരു വിഷമം. ഏതായാലും രണ്ട് പാട്ട് നല്ല അടിപൊളി സാധനം. ഇതിനേക്കാളും എനിക്ക് മറ്റേ പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടത്. ആദ്യം ഇറങ്ങിയത് ഇതൊരു ട്രിബ്യൂട്ട് കൈൻഡ് ഓഫ് സോങ് ആണ് ഉള്ളത്. ഏതായാലും നൈസായിട്ട്, വരികളാണെങ്കിലും ലിറിക്സ് ആണെങ്കിലും ആൻഡ് നമ്മുടെ മ്യൂസിക് ആണെങ്കിലും, അനിരുദ്ധിൻ്റെ മ്യൂസിക് ആണെങ്കിലും തളപതി ആണെങ്കിലും മൊത്തത്തിൽ മൊത്തം ഒരു തളപതി വൈബ്, അതാണ് ഈ പാട്ട്. സോ മക്കളെ, കമൻറ്റ് ചെയ്യുക ജനനായകനെ കുറിച്ചുള്ള അഭിപ്രായം, പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫോർ തളപതി ആൻഡ് തളപതി ഫാൻസ്, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബൾഡൻ ബിയർ റിയാക്ട്സ്.